ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ പൈസീസിന് വേണ്ടിയിട്ട് മാർച്ച് മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിങ്ങും ബുക്ക് ചെയ്യാൻ വേണ്ട കൂടെ പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക പേയ്മെൻറ്റ് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട്. പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങളുടെ എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ ആൻഡ് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ് അത്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ആൻഡ് എന്നെ കോൺടാക്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. അതല്ലാണ്ട് നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാം. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ വേറെ ടൈപ്പ് ഓഫ് റീഡിങ്സ് ആണ് ഇടാറ്, വേറെ തരത്തിലാണ് ഇടാറ്. അപ്പോൾ അത് നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് അവിടെയും കിട്ടും. അപ്പോൾ അവിടെയും എന്നെ ഫോളോ ചെയ്യാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഹാൻഡിൽ ഞാൻ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് മാർച്ചിൽ വരുന്ന മെസ്സേജസ് എന്താണെന്ന് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ പൈസീസ്, നിങ്ങളുടെ ഓവറോൾ എനർജി മാർച്ച് മാസത്തിൻ്റെ ഓവറോൾ എനർജി ക്വീൻ ഓഫ് വാൻഡ്സ് ആണ്. പാസ്റ്റിൽ എനർജി നിങ്ങളുടെ കിങ് ഓഫ് സോഡ്സ്. കറണ്ട് എനർജി മാർച്ചിൻ്റെ 2 ഓഫ് കപ്സ്. ഫ്യൂച്ചറിൽ എനർജി വരുന്നത് 3 ഓഫ് സോഡ്സ്. ചാലഞ്ച് നിങ്ങളുടെ 7 ഓഫ് പെൻറ്റിക്കിൾസ്. അഡ്വൈസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ട്രെങ്ത്. ഹിഡൻ ഫാക്ടറിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെവിൽ ആണ്. ആൻഡ് ഔട്ട്കം ഇത് നമ്മൾക്ക് എൻഡിൽ തുറന്ന് നോക്കാം എന്താണെന്ന്. പക്ഷേ പൈസീസ്, നിങ്ങളുടെ ഓവറോൾ എനർജി ക്വീൻ ഓഫ് വാൻഡ്സ് ആണ്. ഇവിടെ ഒരു ഫയർ സൈൻ ഞാൻ കാണുന്നുണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഇപ്പോൾ ഈ പേഴ്സൺ ആരാണെന്ന് നമ്മൾക്ക് നോക്കാം. ഇത് നിങ്ങളുടെ എനർജിയും ആവാം, പക്ഷേ അത് നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ടവർ എനർജി ഉണ്ട് ഇവിടെ. ആൻഡ് നൈറ്റ് ഓഫ് വാൻഡ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഏതോ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു. ഇതൊരു കുറേ ഇൻ ആൻഡ് ഔട്ട് ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരുന്നു. ഇവിടെ ഒരു കമ്മിറ്റ്മെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഈ പേഴ്സണിന്റെ കൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്, ഒരു മാറ്റം വരുന്നുണ്ട്. ഈ ചേഞ്ച് ഒരു സഡൻ ചേഞ്ച് ആണ്, ഒരു എക്സ്പെക്റ്റഡ് ചേഞ്ച് അല്ല. അപ്പോൾ ഇത് കുറച്ചൊരു ഷോക്ക് ആവും നിങ്ങൾക്ക്. അപ്പോൾ എന്തോ കാര്യങ്ങൾ പുറത്തു വരാൻ പോകുന്നുണ്ട് ഈ മാസം. ആൻഡ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ആവുക മാർച്ചിൽ. ഓക്കെ, എന്നുവെച്ചാൽ ഈ ചേഞ്ചസ് കുറച്ച് ഷോക്കിംഗ് ചേഞ്ചസ് ആണ്. കിങ് ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. അപ്പോൾ ഇതൊരു അക്വേറിയസ് എനർജിയാണ്. ഇതൊരു ഡിറ്റാച്ച്ഡ് എനർജിയാണ്. ഒരു ഡിറ്റാച്ച്ഡ് ഉള്ള പേഴ്സൺ പറഞ്ഞാൽ അവർ അങ്ങനെ ഇമോഷൻസ് ഒന്നും കാണിക്കാത്ത പേഴ്സൺ. മേ ബി ഇതൊരു നിങ്ങളും ഈ പേഴ്സൻ്റെ ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടാവും. എന്നുവെച്ചാൽ 5 പെൻറ്റിക്കിൾസ് ഞാൻ കാണുന്നുണ്ട് പാസ്റ്റിൽ. സൺ ഉണ്ട് ഇവിടെ. അപ്പോൾ എന്തോ ക്ലാരിറ്റി കിട്ടുന്നുണ്ട് നിങ്ങൾക്കൊരു സിറ്റുവേഷനിൽ. ഓക്കെ, ഈ പേഴ്സണിൻ്റെ കൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വെച്ച സിറ്റുവേഷൻ ശരിയായിരുന്നില്ല. നിങ്ങൾ കുറേ റിജക്റ്റഡ് ആയി ഫീൽ ചെയ്യണു, കുറേ ഡിസപ്പോയിൻറ്റഡ് ആയി ഫീൽ ചെയ്യണു. ഫിനാൻഷ്യലിയും നിങ്ങളുടെ കാര്യങ്ങൾ കുറച്ച് ഒരു പറഞ്ഞാൽ ഒരു ലോസ് മാതിരി ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി അത്ര ഉണ്ടായിട്ടില്ല. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ വലിയ ചേഞ്ചസ് വരുന്നുണ്ട്. ഓക്കെ, ഓൾറെഡി ഈ ചേഞ്ചസ് വരാൻ തുടങ്ങിയിരിക്കണു. എന്നുവെച്ചാൽ സൺ ഉണ്ട് ഇവിടെ. സൺ ക്ലാരിറ്റിയുടെ എനർജിയാണ്, അബണ്ടൻസിൻ്റെ എനർജിയാണ്, ഹാപ്പിനെസ്സിൻ്റെ എനർജിയാണ്. പക്ഷേ സൺ ലിയോ എനർജിയും കൂടിയാണ്. ഞാൻ കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റിൽ ഏതോ ഒരു പുതിയ പേഴ്സൺ വന്നു. ഇപ്പോൾ ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങളുടെ കറണ്ട് എനർജി 2 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് കുറേ ലവ് ആണ് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. ഇത് ഒരു മ്യൂച്വൽ കണക്ഷൻ ആണ്. ഇതൊരു വിഷ് ഫുൾഫിൽമെന്റ് ആണ്. ഇത് കുറേ ഒരു ഹീലിംഗ് എനർജി കൊണ്ടുവരണ എനർജിയാണ്. ആൻഡ് ഇവിടെ കുറേ ക്ലാരിറ്റി, പുതിയ ബിഗിനിങ്, അങ്ങനെയൊക്കെയാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഇത് ഡെഫിനറ്റ്ലി ഒരു സ്റ്റാഗ്നന്റ് സിറ്റുവേഷനിൽ നിങ്ങൾ പുറത്തു വരാൻ ഇത് ഹെൽപ്പ് ചെയ്യണു നിങ്ങളെ. ഓക്കെ, എല്ലാ കാര്യങ്ങളും വർക്കൗട്ട് ആവുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാർച്ചിൽ. പക്ഷേ ആദ്യം ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് ഹാർട്ട് ബ്രേക്ക് ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ 3 ഓഫ് സോഡ്സ് ഇവിടെ കാണുന്നത്? 3 of swords ഇവിടെ 4 of cups and
4 ഓഫ് പെന്റിക്കിൾസ്. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ ഞാൻ കാണുന്ന എനർജി എന്താച്ചാ 4 ഓഫ് പെന്റിക്കിൾസ് ആരോ നിങ്ങളുടെ അടുത്തുനിന്ന് ആദ്യം ഒരു റിസർവ്ഡ് എനർജിയിലേക്കായി പറഞ്ഞാൽ അവരുടെ എനർജി ഈ റിലേഷൻഷിപ്പിന് വിഡ്രോ ചെയ്തു. അതിന്റെ കാരണം നിങ്ങളുടെ എനർജിയും ലോ ആയി. എന്ന് വെച്ചാൽ ഈ പേഴ്സൺ എന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യണേ എന്ന് മനസ്സിലാവാണ്ട് അതിന്റെ കാരണം നിങ്ങളുടെ ഇൻട്രസ്റ്റ് ലെവൽസും കുറയാൻ തുടങ്ങി. ആൻഡ് ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ആണ് ഞാൻ കാണുന്നത്. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാൻ വഴിയുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ചിലവർക്ക് ഇത് ആ സെയിം പേഴ്സൺ തിരിച്ചു വന്ന് ആദ്യം ആ സെയിം എൻഡിങ്ങിലേക്കാണ് നിങ്ങൾ പോണത്. എന്ന് വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങൾക്ക് മുമ്പേ ഈ ഇൻ ആൻഡ് ഔട്ട് ആയ പേഴ്സൺ അവര് നിങ്ങൾക്ക് മുമ്പേ അത്ര അറ്റൻഷൻ തരണ്ടായില്ല. ഇപ്പോൾ കറണ്ട് എനർജിയിൽ അവർ ആദ്യം നിങ്ങളുടെ ലൈഫിൽ വരണു. ആൻഡ് ആദ്യം ഫ്യൂച്ചറിലാവുമ്പോഴേക്കും നിങ്ങളുടെ ആ ഇൻട്രസ്റ്റ് ലെവൽസ് ഡ്രോപ്പ് ആവണു. എന്നുവെച്ചാൽ ആ പേഴ്സൺ ആദ്യം അവരുടെ എനർജി വിഡ്രോ ചെയ്യണു. അപ്പോൾ ഇത് കുറെ ഇൻ ആൻഡ് ഔട്ട്. ഞാൻ പറഞ്ഞ മാതിരി ചില സമയത്ത് അവർ കുറെ അറ്റൻഷൻ തരും, പിന്നെ അവർ അറ്റൻഷൻ തരില്ല. വേറെ എന്തെങ്കിലും അവർ പറഞ്ഞ കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് എനർജി, ഒരു ഡിഫറെൻറ്റ് ബിഹേവിയർ ആണ് അവരുടെ. ചില സമയത്ത് കുറേ മെസ്സേജസ് ഉണ്ട്, പിന്നെ മെസ്സേജസ് ഒട്ടുമില്ല. അപ്പോൾ അങ്ങനെ ഒരു കൺസിസ്റ്റന്റ് ഇല്ലാത്ത പേഴ്സൺ. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം 7 ഓഫ് പെന്റിക്കിൾസ് ആണ്. ഓക്കെ, അപ്പോൾ 7 ഓഫ് പെന്റിക്കിൾസ് ഈ വെയിറ്റിംഗ് എനർജിയാണ്. എന്ന് വെച്ചാൽ എപ്പോഴും ഈ പേഴ്സൺ ഡിസപ്പിയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഹോപ്പ് ഉണ്ടാവും അത് ഈ പേഴ്സൺ തിരിച്ചു വരും എന്ന്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് കുറെ പുതിയ ആൾക്കാർ വന്നാലും നിങ്ങൾ അവരെ ശ്രദ്ധിക്കില്ല. എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സ് വേറെ എവിടെയാണ്, നിങ്ങൾ ഈ പേഴ്സണെയാണ് എക്സ്പെക്ട് ചെയ്യണത്. അപ്പോൾ ആ വെയിറ്റിംഗ് എനർജി കുറെ ഫ്രസ്ട്രേറ്റിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ. എന്ന് വെച്ചാൽ നിങ്ങൾ വെയിറ്റ് ചെയ്യണത് ഈ പേഴ്സൺ തിരിച്ചു വരും, കമ്മിറ്റ്മെന്റ് തരും, അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ. പക്ഷെ ഇവിടെ അങ്ങനെ അല്ല ഉണ്ടാവണേ. ഓക്കെ, എംപ്രറും അപ്പൊ കുറെ ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ റീഡിങ്ങില്. ഇത് ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, അവരുടെ പാർട്ട്ണർ. ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് വെച്ചാൽ മേ ബി വേറെ ആൾക്കാർ ഇതിൽ കുറെ ഇന്റർഫിയർ ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ കൺസിസ്റ്റന്റ് എനർജി കാണില്ല. അപ്പോൾ അതുകൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങളോട് കുറെ സ്ട്രോങ് ആയിട്ട് ഒരു ബോൾഡായി ഡിസിഷൻ എടുക്കാൻ പറയണത്. എന്ന് വെച്ചാൽ എവിടെയോ നിങ്ങൾക്ക് അറിയാം ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ വർക്ക്ഔട്ട് ചെയ്യണില്ലാന്ന്. അതിൻ്റെ ആ ഫീലിംഗ് നിങ്ങൾക്ക് ഓൾറെഡി വരാൻ തുടങ്ങിയിരിക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ കുറെ സ്റ്റാഗ്നന്റ് ആയി ഫീൽ ചെയ്യണു, ഫ്രസ്ട്രേറ്റഡ് ആണ് നിങ്ങൾ. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് അറിയാം ഒരു ചോയ്സ് ഉണ്ട് നിങ്ങൾക്ക് വേണിച്ചാൽ ഈ റിലേഷൻഷിപ്പിനെ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്യാം. പക്ഷെ നിങ്ങൾക്കൊരു കൺഫർമേഷൻ വേണം എന്നുണ്ട് അല്ലേ? അതുകൊണ്ടാണ് ഈ 2 ഓഫ് പെന്റിക്കിൾസ് ഇവിടെ. എന്താ വെച്ചാൽ നിങ്ങൾ ഷുവർ അല്ല നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ ശരിയാണോ അല്ലേന്ന്. അങ്ങനത്തെ സ്ഥിതിയിലാണ് വെച്ചാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കൺഫർമേഷൻ തന്നെയാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് ബിലീവ് ചെയ്യണ്ട വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഒരു പേഴ്സണൽ റീഡിങ് എടുത്താൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷനും കിട്ടും. ആൻഡ് അത് ഒരു കൺഫർമേഷൻ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ ഡെഫിനറ്റ്ലി ഇവിടെ നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഉള്ള ഡൗട്ട് എന്താ വെച്ചാൽ ഈ പേഴ്സണെ ലെറ്റ് ഗോ ചെയ്യാൻ സമയം ആയിരിക്കണോ, അത് ചെയ്താൽ ശരിയാവോ, അങ്ങനത്തെ മനസ്സിൽ ഓൾറെഡി ഡൗട്ട് വന്നിരിക്കണോ. നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ തന്നെ ഡെവിലാണ്, കാപ്രിക്കോൺ എനർജി. ഇതൊരു ടോക്സിക് എനർജിയാണ്. ഈ പേഴ്സൺ നിങ്ങളോട് കുറെ കാര്യങ്ങൾ അവർ തുറന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അറിയില്ല ഈ പേഴ്സന്റെ ലൈഫിൽ എന്താ നടക്കണമെന്ന്. അതല്ല വെച്ചാൽ അവർ എന്തോ വേറെ ഒരു മാതിരിയാണ് അവരുടെ ലൈഫിന്റെ സ്റ്റോറി നിങ്ങളോട് പറഞ്ഞിരിക്കണേ. പക്ഷെ നടക്കുന്നത് വേറെ എന്തോ ആണ്. അപ്പോൾ ഇവിടെ ഡെഫിനറ്റ്ലി എന്തോ ടോക്സിക് ഉണ്ട്. ഓക്കെ, ടോക്സിക് എനർജി. കാപ്രിക്കോൺ, പേജ് ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ, ആൻഡ് ഏസ് ഓഫ് വോൺസ്. അപ്പോൾ അവർ നിങ്ങളോട് പറഞ്ഞ നിങ്ങളുടെ എനർജി അവർക്ക് വേണ്ടിയിട്ട് കുറെ ലവിന്റെ എനർജിയാണ്. പക്ഷെ അവരുടെ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാഷന്റെ എനർജിയാണ്. അത് എന്ന് വെച്ചാൽ അത് ഒരു ലസ്റ്റ് ബേസ്ഡ് എനർജിയാണ്. അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പേ വേണ്ടൂ. നിങ്ങൾ പക്ഷെ ഇമോഷണൽ റിലേഷൻഷിപ്പ് ആണ് ഇവിടെ നോക്കണത്. പക്ഷെ അതല്ല അവരുടെ മനസ്സിലുള്ള ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർ അങ്ങനെയല്ല വിചാരിക്കണത്. അപ്പോൾ ഡെത്ത് ആണ് നിങ്ങളുടെ ഔട്ട്കം. ഡെത്ത് തന്നെ ഒരു എൻഡിങ് ആണ്. ഓക്കെ, അപ്പോൾ എന്തോ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ചേഞ്ച്, ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ, ഒരു വലിയ മാറ്റം വരാൻ പോകുന്നുണ്ട്. എന്തോ എൻഡ് ആവാൻ പോകുന്നുണ്ട്. ഇവിടെ ഒരു സെപ്പറേഷൻ്റെ എനർജി കാണാണ്ട്.
നൈറ്റ് ഓഫ് സോഡ്സ്. നിങ്ങൾ വെരി ഈ ഡിസിഷൻ നിങ്ങൾ എടുക്കാൻ പോണത് ഇപ്പോൾ വേഗം ഈ ഡിസിഷൻ എടുക്കും, നിങ്ങൾ അത്ര ഡിലേ ചെയ്യാൻ പോകുന്നില്ല. ഹെർമിറ്റ് ഒരു ഐസൊലേഷൻ്റെ എനർജിയാണ്, പക്ഷെ ഒരു സ്പിരിച്വൽ കാർഡാണത്. അതുമാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഈ ഡിസിഷൻ എടുക്കുന്നത്. ഒരു ഇമ്പൾസീവ് ഡിസിഷൻ അല്ല, പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് ആയിരിക്കണോ ഈ പേഴ്സൻ്റെ ഇൻ ആൻഡ് ഔട്ട് എനർജി കണ്ടിട്ട്. അപ്പോൾ നിങ്ങൾ ഫൈനലി ഒരു ഡിസിഷൻ എടുക്കണു ഈ മാസം ഈ പേഴ്സണെ കട്ട് ഓഫ് ചെയ്യാൻ. ഓക്കെ, നിങ്ങളുടെ അടുത്ത് ചിലവർ ഒരു സിംഗിൾ പേരൻ്റ് ആണ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് പൈസീസ്. ഇവിടെ ഞാൻ കാണുന്നത് ഫയർ സൈൻസ് കുറേ ഉണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, അക്വേരിയസ് ഉണ്ട്, സ്കോർപ്പിയോ ഉണ്ട്, വെർഗോ ഉണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ ആൻഡ് കാപ്രിക്കോൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങൾക്ക് സറെൻഡർ ടു ദ ഡിവൈൻ. അപ്പോൾ ഈ മാസം ഇതാണ് യൂണിവേഴ്സ് പറയുന്നത്, സറെൻഡർ ചെയ്യുക എന്ന് വെച്ചാൽ ഒന്നും നടക്കണത് ഒന്നും നിങ്ങളുടെ കയ്യിലല്ല, എല്ലാം ഡെസ്റ്റിനി പോലെ തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് സറെൻഡർ ചെയ്യുക. ആൻഡ് ഒരു കുറച്ചുകൂടിയും ഒരു ബെറ്റർ എനർജി വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ, അത് ഹോപ്പ് ചെയ്യുക. എന്നുവെച്ചാൽ ഞാനത് കാണുന്നുണ്ട്, നിങ്ങൾ ഇതിന് പുറത്ത് വരുമ്പോഴേക്കും നിങ്ങൾ കുറേ ഒരു നല്ല ഒരു ഫ്രഷ് എനർജി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. കുറച്ച് വിഷമം ഉണ്ടാവും ഡെഫിനറ്റ്ലി, പക്ഷേ അതിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് പൈസീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.